Voice of Marketing, in touch with positive people. Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and the success in your life. I have immense pleasure to invite all of you a new episode to face your challenge. ഇന്ന് നമ്മുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഓർഡേഴ്സ്. മാർക്കറ്റിൽ പോകുന്ന എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഓർഡർ. ഈ ലോകം മുഴുവൻ ഓർഡറിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു കമ്പനിക്ക് റവന്യൂ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ പോകണം. ആ ഓർഡർ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് വരണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഓർഡർ കിട്ടുന്നയാൾ, ഓർഡർ റിസീവ് ചെയ്യുന്നയാൾ, അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കാം. ഏതൊക്കെ വിധത്തിലാണ് ഓർഡർ റിസീവ് ചെയ്യുന്നത്? സാധാരണ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി ഇമെയിൽ ഐ ഡിയിലേക്ക് വരും, വാട്സപ്പ് വോയിസിലൂടെ വരും, വാട്സപ്പ് ടൈപ്പ് ചെയ്ത് വരും. പിന്നെ ചില കമ്പനികൾക്കാണെങ്കിൽ, ചില സ്ഥാപനങ്ങൾ, ഡിസ്ട്രിബ്യൂട്ടർക്കായാലും ഡീലേഴ്സിനായാലും ഓർഡർ ഫോമുകളുണ്ട്. ഇനി പ്രീമിയം കസ്റ്റമേഴ്സിനായാലും അതൊക്കെ മെയിൽ ത്രൂ ആയിട്ടായിരിക്കും ഓർഡർ വരുന്നത്. ടെലഫോണിക്കൽ ഓർഡർ നോട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞ് ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും കമ്പനിയൊക്കെ ചില രീതിയിൽ ഓരോ അവരുടെ ഒരു പോളിസി അനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ ചില നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആണെങ്കിൽ, മാർക്കറ്റിങ്ങിലുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് ഡീലറെയോ ഡിസ്ട്രിബ്യൂട്ടറെയോ വിസിറ്റ് ചെയ്ത് ഓർഡർ ഡയറിയിൽ നോട്ട് ചെയ്തെടുക്കും അല്ലെ? ഒരു ഓർഡർ കൺഫേം ആയിട്ട് കയ്യിലേക്ക് കിട്ടിയ 24 hours കൊണ്ട് അത് സപ്ലൈ കൊടുത്തിരിക്കണം, അത് ഡെലിവറി ചെയ്തിരിക്കണം. അതിനുള്ള കൈപ്പബിലിറ്റി, അതിനുള്ള കഴിവ് ആ കമ്പനിക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഡീലർക്ക് ഉണ്ടാവണം. ചോദിച്ചാൽ അപ്പോൾ എടുത്ത് കൊടുക്കാനുണ്ടാവണം. അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നാൽ ഓർഡർ ക്യാൻസലായി പോകും. കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ ഉള്ള താമസം, അത് നമ്മൾ മാറ്റിക്കളയേണ്ട വലിയൊരു കാര്യമാണ്. ഒരാൾ എപ്പോഴാണ് ഓർഡർ തരുന്നത്? നിങ്ങളുടെ കയ്യിലേക്ക് എപ്പോഴാണ് ഓർഡർ തരുന്നത്? അവിടുത്തെ സ്റ്റോക്ക് തീരുമ്പോഴായിരിക്കും. ചെറുകിട ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് കംപ്ലീറ്റ് തീർന്ന ശേഷമായിരിക്കും പെട്ടെന്ന് നോക്കി ഓർഡർ തരുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്റ്റോക്ക് പൊസിഷൻ തീരാറാകുമ്പോഴായിരിക്കും തരുന്നത്. മിക്കവാറും അങ്ങനെയായിരിക്കും. അവരൊക്കെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഇത് വെക്കും. ഒരു C&Fനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി സൂക്ഷിച്ചു വെക്കുന്നവരാണ്. ഒരു ഓർഡർ തീരുമ്പോൾ അത് സപ്ലൈ ചെയ്യാൻ നമുക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം. അത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വേറൊരു കോമ്പറ്റീറ്റർ അവിടെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. നിങ്ങൾ വിൽക്കുന്ന അതേ പ്രോഡക്റ്റ് ഒരു കോമ്പറ്റീറ്റർ അവിടെ വന്ന് സംസാരിക്കുകയാണ്, ഇത് 50 തരാമെന്ന് പറഞ്ഞാൽ 40 അയാൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഹലോ മിസ്റ്റർ, താങ്കൾ ആ ഓർഡർ 2 ദിവസമായി ഓർഡർ കൊടുത്തിട്ട്, സാർ താങ്കൾ ആ ഓർഡർ അയച്ചിരുന്നോ? ഇല്ല, ഞാൻ ഇതുവരെ ഓർഡർ അയച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യുമോ, ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ ഇരിക്കുന്നുണ്ട്, അത് തീർന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് അയക്കണ്ട. അതർവൈസ്, ഹലോ മിസ്റ്റർ, താങ്കൾ ആ ഓർഡർ അയച്ചിരുന്നോ? ഇന്നലെ തന്നെ ഓർഡർ അയച്ചിരുന്നല്ലോ, ഇന്ന് വണ്ടി നിങ്ങൾക്ക് അവിടെ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ പാഴ്സൽ ഓൾറെഡി അയച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നും ഇങ്ങോട്ട് സംസാരിക്കാനുണ്ടാവില്ല. നമ്മൾ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വച്ചുകൊണ്ടിരിക്കരുത്. 2, 3, 4 ദിവസത്തേക്ക് വച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഫുഡ് പ്രോഡക്റ്റ് അങ്ങനെയുള്ള ഐറ്റം ആണെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് അത് സപ്ലൈ ചെയ്യേണ്ടി വരും. എടുക്കുന്ന ഓർഡർ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്താലോ ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മളിലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് കൂടും, അയാൾക്ക് കൂടും, നമ്മുടെ കസ്റ്റമർക്ക് കൂടും. ആ കൂടുന്നത് വഴി അയാൾ കൂടുതൽ ഓർഡറുകൾ നമുക്ക് തരാനുള്ള ഒരു അവസ്ഥ നമുക്കത് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. നമ്മളെ വിശ്വസിക്കാൻ കുറച്ചുകൂടി വിശ്വസിക്കും. എപ്പോൾ ഓർഡർ തന്നാലും അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യും. ആ ഒരു വിശ്വാസം, എല്ലാം വിശ്വാസത്തിന്റെ പുറത്താണല്ലോ. അപ്പൊ ആ തരത്തിലൊരു വിശ്വാസം അത് വളർത്തിയെടുക്കാൻ നമുക്ക് ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണത്. ഡെലിവറി നേരത്തെ കൊടുത്താൽ ഉള്ള ഒരു കാര്യം, നമ്മുടെ കസ്റ്റമറിന് ഡെലിവറി നേരത്തെ കൊടുത്താൽ ഉള്ള കാര്യം, അയാൾക്കത് വളരെ പെട്ടെന്നായിട്ട് സഡനായിട്ട് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓർഡർ അതേ സ്പീഡിൽ തന്നെ നമുക്ക് കിട്ടും. ഈ പ്രോഡക്റ്റ് എന്നുള്ള സാധനം നമ്മുടെ ഗോഡൌണിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇത് കസ്റ്റമറിന്റെ എൻഡ് കൺസ്യൂമറിലേക്ക് എത്തണം. എൻഡ് കൺസ്യൂമറിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ചാനൽ എന്ന് പറയുന്നത് ഈ ഡീലറാണെങ്കിൽ ഡീലർ വഴിയാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഡീലറുടെ അടുത്ത് എത്രയും പെട്ടെന്ന് ആ പ്രോഡക്റ്റ് സഡനായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതിനകത്ത് വലിയൊരു കാര്യമാണ്.
എത്രയും പെട്ടെന്ന് കൊടുത്താലാണ് അത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിറ്റാലാണ് നമുക്ക് പേയ്മെന്റും അതുപോലെ തിരിച്ചു കിട്ടുള്ളൂ. പേയ്മെന്റ് മേടിക്കാനും കൂടി പഠിക്കണം. ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു നല്ല സർവീസ് കൂടിയാണ്. ചിലപ്പോൾ ചെറിയ കുഞ്ഞു ഓർഡർ ആയിരിക്കും ഉള്ളത്. അവര് അപ്പോൾ ഒരു പേയ്മെന്റ് ഒന്നും നോക്കില്ല. അത്രയും ദൂരം ഓടിയാൽ എനിക്ക് കിട്ടുന്ന ഇൻകം എന്താണ്, അങ്ങനെയൊന്നും വിലയിരുത്താതെ നന്നായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നല്ല മനസ്സുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ മനസ്സുള്ള കമ്പനിയും ഉണ്ട്. ഒരു ചെറിയ ഓർഡർ ആയാലും അത് കൊണ്ടു കൊടുക്കുന്നവരുണ്ട്. ഈ ചെറിയ ഓർഡറിൽ നിന്നാണ് വലിയ വലിയ ഓർഡറിലേക്ക് വരുന്നത് എന്ന് അവരൊക്കെ ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്തിട്ട് തന്നെയാണ് അത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാൻ സാധിക്കണം. അതൊരു സർവീസ് കൂടിയാണ്. അവിടെയാണ് വിജയം ഉണ്ടാകൂ എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫർമേഷൻ അബൌട്ട് ഷോർട്ടേജ് ഐറ്റം. നിങ്ങൾക്ക് കിട്ടിയ ഓർഡറിൽ ഒരു പ്രോഡക്റ്റ് ഷോർട്ടേജ് ഉണ്ട്, നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞേക്കുക. ഈ ഐറ്റം ഷോർട്ടേജ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഐറ്റം വയ്ക്കുന്നത് അതിനേക്കാൾ സ്പീഡായിട്ട് പേയ്മെന്റ് തരുന്ന വേറൊരു കസ്റ്റമർ, വേറൊരു ഡീലർ, വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകാം. നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കാം. റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2, അയാൾ പേയ്മെന്റ് പെൻഡിങ് വരുത്തുക കാരണം നിങ്ങൾ കിട്ടിയ ഓർഡർ പെൻഡിങ് വെച്ചിരിക്കുന്നതായിരിക്കാം. അതിന് പറയുന്ന വേറൊരു പേരായിരിക്കാം ചിലപ്പോൾ ഷോർട്ടേജ് എന്നൊരു വാക്ക്. റിയാലിറ്റി ചിലപ്പോൾ നിങ്ങളുടെ ഐറ്റം റോ മെറ്റീരിയൽ കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ആക്ച്വലി അതൊരു ഷോർട്ടേജ് വന്നു. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ പാർട്ടിക്ക്, ആ ഡീലർക്ക്, ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഐറ്റം കൊടുക്കാത്തത്. എന്ത് തന്നെ ആയാലും, എന്ത് തന്നെ റീസൺ ആയാലും ആ കാര്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കുക. ഈ ഐറ്റം ഷോർട്ടേജ് ആണ്, ഞങ്ങളുടെ അടുത്ത് ഇത് ഇപ്പോൾ തരാനില്ല എന്ന കാര്യം. അതൊരു എത്തിക്സ് ആണ്, അതൊരു ക്വാളിറ്റിയാണ്. ഇത് പറയാൻ കാരണം ഒരു കസ്റ്റമർ, ഒരു ഡീലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബിസിനസ് നടത്തുന്ന ആരും ആയിക്കോട്ടെ, അവരുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ, കസ്റ്റമർ ഇവിടെ ഈ പ്രോഡക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് മടക്കി വിടുന്നത് അവർക്ക് വലിയൊരു വേദനയായിരിക്കും. അതൊരു പ്രയാസമായിരിക്കും. കാരണം അവർക്ക് ആ പേയ്മെന്റ് നഷ്ടപ്പെടുക മാത്രമല്ല, എല്ലാ പ്രോഡക്റ്റും ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ ഒരു ഐറ്റം മാത്രം ഇല്ല. അപ്പൊ ചിലപ്പോൾ ആ കസ്റ്റമർ അവിടുന്ന് വാങ്ങിക്കാൻ, അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിങ് പവർ നഷ്ടപ്പെട്ടിരിക്കും. അയാൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറെ കാണും, അല്ലെങ്കിൽ നെക്സ്റ്റ് കസ്റ്റമറെ കാണും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തുറന്നു പറയുക, അത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ബില്ലടിക്കലും കഴിഞ്ഞ് ഇൻവോയ്സും കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ ചെന്ന് അയാൾ കൗണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, 3-4 ഐറ്റം ഷോർട്ടേജ് ആണ്. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ. നമ്മൾ ആ ഒരു എത്തിക്സ്, ആ ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്, അതൊക്കെ കുറച്ചൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഓർഡർ കിട്ടിക്കഴിയുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയാം ഇൻഫർമേഷൻ അബൌട്ട് പേയ്മെന്റ് ടൈംസ്. ഓർഡർ കൊടുത്താൽ മാത്രം പോരല്ലോ, പേയ്മെന്റ് കിട്ടണമല്ലോ. കൊടുക്കുന്ന പാർട്ടി, കൊടുക്കുന്ന ഒരു കസ്റ്റമർ ഒരു ബൾക്ക് ഓർഡർ ആണോ തന്നിരിക്കുന്നത്, അതോ ചെറിയ ഓർഡർ ആണോ തന്നിരിക്കുന്നത്? സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഓർഡറിൽ നിന്ന് കൂടുതൽ അയാൾ ഓർഡർ തന്നിട്ടുണ്ടോ, ഡീലർ തന്നിട്ടുണ്ടോ? അങ്ങനെ തരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഓർഡർ തന്നത്? അതിന്റെ പേയ്മെന്റ് രീതികൾ എങ്ങനെയാണ്? ഒരു മാസത്തിൽ അദ്ദേഹം വീക്ക്ലി കളക്ഷനാണ് തരുന്നതെങ്കിൽ എത്ര പേയ്മെന്റ് വെച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്? പേയ്മെന്റ് തരുന്നതിനേക്കാൾ കൂടുതൽ ഓർഡർ അയാൾ വാങ്ങിക്കുന്നുണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന്? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓവർ പെൻഡിങ്ങിലേക്ക് നമ്മൾ പോകില്ലേ? നമ്മുടെ പ്രസ്ഥാനം താഴേക്ക് പോകില്ലേ? ഇതിനെക്കുറിച്ച് ഓർഡർ എടുക്കുന്നയാൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാരണവശാലും ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ന്യൂ ഡീലർ ആണെങ്കിൽ, ഡീലിംഗ് നടത്തേണ്ടത് റെഡി പേയ്മെന്റിലാണ് നടത്താവൂ. ന്യൂ കസ്റ്റമറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ന്യൂ ഡീലറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ന്യൂ ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ 2, 3, 4 പേയ്മെന്റുകൾ റെഡി ആയിട്ട് നടത്തിയിരിക്കണം. അത് മസ്റ്റാണ്. പിന്നെ പേയ്മെന്റ് ടൈംസുകൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. എന്തുമാത്രം പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരു ഡീലർ, അതിൽ കൂടുതൽ ഓർഡർ നമ്മൾ കയറ്റി അയക്കുന്നുണ്ടോ, അതനുസരിച്ച് പേയ്മെന്റ് വരാതിരിക്കുന്നുണ്ടോ, നോട്ട് ചെയ്യണം. അത് അവിടെ പിടിക്കണം. അങ്ങനെ സപ്ലൈ മാത്രം, പേയ്മെന്റ് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരാതെ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ സപ്ലൈ മാത്രം കൊടുത്തുകൊണ്ടിരിക്കരുത്. അത് കറക്റ്റ് ചെയ്യണം. അത് വളരെ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു ന്യൂ കസ്റ്റമറിൽ നിന്നാണ് അത് ഓർഡർ കിട്ടിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും മാർക്കറ്റിലുള്ള അതർ കമ്പനിയുടെ എക്സിക്യൂട്ടീവിനോട് ചോദിക്കണം,
ഇദ്ദേഹം കൊടുത്താൽ തരുന്നയാളാണോ? എൻ്റെ പൈസ പോകുമോ? ഞാൻ കൊണ്ടുപോയി ഇറക്കി കൊടുത്ത ശേഷം പൈസ ഇല്ലാതെ ഞാൻ പെട്രോൾ അടിച്ചിട്ട് ആ ഷോപ്പിൽ വന്ന് അല്ലെങ്കിൽ ആ ഡീലറെ കണ്ട് എൻ്റെ ജീവിതം കളയേണ്ടി വരുമോ? ഈ കാര്യങ്ങൾ അതർ എക്സിക്യൂട്ടീവ്സിനോട് പരിചയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാതെ പ്രോഡക്റ്റ് ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ പൈസ കിട്ടാതെ വന്നാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടതിൻ്റെ കഥകൾ ഇഷ്ടം പോലെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓർഡർ സെക്ഷൻ്റെ ഓരോ ഏരിയകളും നമുക്ക് വിശദമായിട്ട് തന്നെ നെക്സ്റ്റ് എപ്പിസോഡുകളിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.